ഹലോ ഫ്രണ്ട്സ്, കോപ്പ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HTML ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിന്റെ പാർട്ട് 3യിൽ നമുക്ക് ബാക്കിയുള്ള ബേസിക് ടാഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഇതുവരെയാണ് പഠിച്ചത്. അതായത് ഹെഡിംഗ് ടാഗ്സ് ആയ H1 to H6, പാരഗ്രാഫ് ടാഗ് ആയ P ടാഗ്, അതുപോലെ ഹൊറിസോണ്ടൽ റൂൾ കൊടുക്കാൻ ആവശ്യമായ HR ടാഗ്, പിന്നെ BR ടാഗ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ചെയ്യാനുള്ള കുറച്ച് ടാഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റിപ്പബ്ലിക് എന്ന ഈ ഒരു വേർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേർഡ് നമുക്ക് ബോൾഡ് ആക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് B ടാഗ്. ഇവിടെ നമുക്ക് B ടാഗ് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അതിനായിട്ട് റിപ്പബ്ലിക്കിന് മുമ്പായിട്ട് B എന്നുള്ള ഒരു ഓപ്പണിംഗ് ടാഗ് കൊടുത്തു. നെക്സ്റ്റ് അതിന്റെ ക്ലോസിംഗ് ടാഗ് കൊടുക്കേണ്ടത് റിപ്പബ്ലിക്കിന് ശേഷം. അതായത് റിപ്പബ്ലിക് എന്നുള്ള ഈ ഒരു വേർഡ് മാത്രമാണ് ബോൾഡ് ആക്കേണ്ടത്. അതുകൊണ്ടാണ് അതിന്റെ മുമ്പും പിമ്പുമായിട്ട് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു വെബ് പേജ് ഒന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് Ctrl+S പ്രസ് ചെയ്തു. ദെൻ വെബ് പേജ് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. റിപ്പബ്ലിക് എന്നുള്ള ഈ ഒരു വേർഡ് ബോൾഡ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഇതിലുള്ള ഒരു വേർഡിനെ ഇറ്റാലിക് ആക്കി മാറ്റണം. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് I ടാഗ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഈ ഒരു വേർഡ് ഇറ്റാലിക് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ I ടാഗ് യൂസ് ചെയ്യാം. ഇനി അതിന്റെ ക്ലോസിംഗ് ടാഗ് ഇൻഡിപെൻഡൻസിന് ശേഷം കൊടുക്കാം. അപ്പോൾ I ടാഗിന്റെ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയിലായിട്ട് ഇൻഡിപെൻഡൻസ് കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്ത് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം. ഔട്ട്പുട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡ് ഇറ്റാലിക് ആയിട്ട് കാണാം. ഓക്കെ, ഇനി ഇതിലുള്ള ഒരു വേർഡിനെ നമുക്ക് അണ്ടർലൈൻ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഓഷ്യൻ എന്നുള്ള വേർഡിന്റെ ഫ്രണ്ടിൽ കൊടുക്കാൻ പോകുന്ന ടാഗാണ് U ടാഗ്. അണ്ടർലൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് U ടാഗാണ്. U ടാഗിന്റെ ക്ലോസിംഗ് ടാഗ് കൊടുക്കേണ്ടത് ഈ ഒരു വേർഡിന് ശേഷമാണ്. ഓഷ്യൻ എന്നുള്ള ഒരു വേർഡ് മാത്രമാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് U ടാഗ് അതിന് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കൊടുത്തു. നെക്സ്റ്റ് സേവ് ചെയ്യാം, ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം. ഓഷ്യൻ എന്ന ഈ ഒരു വേർഡ് അണ്ടർലൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബിഗ് ടാഗ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പാകിസ്ഥാൻ എന്നുള്ള വേർഡിന് ഫ്രണ്ടിൽ ബിഗ് എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്യാണ്. അതിന്റെ ക്ലോസിംഗ് ടാഗ് പാകിസ്ഥാൻ എന്ന വേർഡിന് ശേഷം കൊടുത്തു. ഓക്കെ, ദെൻ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം മറ്റുള്ള ടെക്സ്റ്റിനേക്കാളും കുറച്ചുകൂടി ബിഗ് ആയിട്ട് പാകിസ്ഥാൻ എന്നുള്ള വേർഡ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണും. ഓക്കെ, അപ്പോൾ ബിഗ് എന്നുള്ളത് ടെക്സ്റ്റിനെ ബിഗ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് സ്മോൾ എന്നുള്ള ഒരു ടാഗ് കൂടി യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിക്കോബാർ എന്നുള്ള ഈ ഒരു വേർഡിന് മുമ്പായിട്ട് സ്മോൾ ടാഗ് കൊടുത്തു. ദെൻ അതിന്റെ ക്ലോസിംഗ് ടാഗ് നിക്കോബാർ ഐലൻഡ്സിന് ശേഷം കൊടുക്കാം. ഓക്കെ, ഇനി സേവ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ കാണാം നിക്കോബാർ ഐലൻഡ്സ് എന്നുള്ള ആ ഒരു വേർഡ് മറ്റുള്ള ടെക്സ്റ്റ് സൈസിനേക്കാളും ചെറുതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിനെ ബിഗ് ആക്കി മാറ്റാൻ ബിഗ് ടാഗും സ്മോൾ ആക്കി മാറ്റാൻ വേണ്ടി സ്മോൾ ടാഗും യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സ്ട്രോങ് ടാഗ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് സബ് കോണ്ടിനെന്റ് എന്ന ഈ വേർഡിന് ഫ്രണ്ടിലായിട്ട് സ്ട്രോങ് എന്നുള്ള ടാഗ് കൊടുത്തു. ഇനി അതിന്റെ ക്ലോസിംഗ് ടാഗ് സബ് കോണ്ടിനെന്റിന് ശേഷം കൊടുത്തു. സേവ് ചെയ്തു. ഇപ്പൊ നമുക്ക് കാണാം വെബ് പേജിനകത്തുള്ള സബ് കോണ്ടിനെന്റ് എന്ന വേർഡ് ബോൾഡ് ആയിട്ട് കാണാം. നേരത്തെ നമ്മൾ B ടാഗ് യൂസ് ചെയ്തപ്പോൾ റിപ്പബ്ലിക് എന്ന ഈ ഒരു വേർഡ് ബോൾഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ആണ്. സ്ട്രോങ് ടാഗ് കൊടുക്കുമ്പോഴും അവിടെ ബോൾഡ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അതിന്റെ മീനിങ് സ്ട്രോങ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു വേർഡിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനെ ബോൾഡ് ആക്കി മാറ്റിയിട്ടാണ്. ഓക്കെ, ഇതുപോലെയുള്ള മറ്റൊരു ടാഗാണ് EM ടാഗ്. EM ടാഗ് യൂസ് ചെയ്യുന്നത് എംഫസൈസ് ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ആഫ്രിക്ക എന്നുള്ള ഈ ഒരു വേർഡിന് ഫ്രണ്ടിലായിട്ട് EM ടാഗ് യൂസ് ചെയ്ത് നോക്കാം. അതിനുശേഷം EM ടാഗ് ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണാം ആഫ്രിക്ക എന്നുള്ള ഈ ഒരു വേർഡിനെ എംഫസൈസ് ചെയ്തിട്ട് കാണാം. അതായത് ആ ഒരു ടെക്സ്റ്റിന് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് EM ടാഗ് യൂസ് ചെയ്യുന്നത്.
EM ടാഗ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ വേർഡിനെ ഇറ്റാലിക് ആക്കി മാറ്റിയിട്ടാണ്. ഓക്കെ, നേരത്തെ സ്ട്രോങ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അതിനെ ബോൾഡാക്കി മാറ്റിയിട്ടാണെങ്കിൽ EM ടാഗ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇറ്റാലിക് ആക്കിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ടാഗ് എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു മാത്സ് ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. x⁻² മൈനസ് y⁻². ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ x2 മൈനസ് y2 എന്നാണ് വായിക്കുന്നത് അല്ലേ. അതിൽ എക്സ് സ്ക്വയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം x2 മൈനസ് y2 എന്നാണ് വന്നിരിക്കുന്നത്. അതിൽ 2 എന്നുള്ളത് റേസ്2 ആയിട്ട് വരണം, അതായത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരണം. അതിനായിട്ട് ചെയ്യേണ്ടത് 2 എന്ന ഈ ഒരു നമ്പറിന് മുമ്പായിട്ട് SUP എന്ന ടാഗ് യൂസ് ചെയ്യാം. അതിനുശേഷം SUP ടാഗ് ക്ലോസ് ചെയ്യാം. അതായത് 2 എന്ന ഈ ഒരു നമ്പർ മാത്രമാണ് നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനു മുമ്പായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു, ദെൻ സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു, SUP ടാഗ്. ഓക്കെ, അതുപോലെ തന്നെ y² ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2ന് ഫ്രണ്ടിലും നമുക്ക് SUP ടാഗ് യൂസ് ചെയ്യാം. അതിനുശേഷം ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ കാണാം x² മൈനസ് y² എന്ന് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ SUP ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് SUB ടാഗ് യൂസ് ചെയ്യാം, അതായത് സബ്സ്ക്രിപ്റ്റ് ടാഗ്. അതിനായിട്ട് നമുക്കിവിടെ H2O എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി സേവ് ചെയ്ത് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. H2O എന്നുള്ളത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് H2 എഴുതുമ്പോൾ അറിയാം 2 എന്നുള്ളത് അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2നെ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി SUB ടാഗ് എന്ന് യൂസ് ചെയ്യാം. അതിനായിട്ട് 2ന്റെ ഫ്രണ്ടില് SUB എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യാം. 2ന് ശേഷം SUB ടാഗ് ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാം. H2O എന്ന് എഴുതിയാൽ 2 എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ സെന്റർ ടാഗ് എന്താണെന്ന് കൂടി നോക്കാം. അതായത് ഇവിടെ നമ്മൾ ഇന്ത്യ എന്നുള്ള ഈ ഒരു ഹെഡിങ് H1 ടാഗിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ഇന്ത്യ എന്നുള്ള ഈ ഒരു ഹെഡിങ് ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് വെബ് പേജിന്റെ സെന്ററിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന ടാഗാണ് സെന്റർ ടാഗ്. അതിനായിട്ട് ഇന്ത്യ എന്നുള്ള ഈ ഒരു വേർഡാണ് നമുക്ക് സെന്റർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള വേർഡിന് മുമ്പിലായിട്ട് സെന്റർ എന്നുള്ള ടാഗ് യൂസ് ചെയ്യാം. സെന്റർ ടാഗിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് CENTER ആണ്. സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതല്ല. ദെൻ ഇന്ത്യ കഴിഞ്ഞ് സെന്റർ ടാഗ് ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ കാണാം ഇന്ത്യ എന്നുള്ള ആ ഒരു ഹെഡിങ് വെബ് പേജിന്റെ സെന്ററിലായിട്ട് വന്നിട്ടുണ്ട്. വെബ് പേജ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ് പേജിന്റെ സൈസിനനുസരിച്ച് അത് സെന്ററിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വെബ് പേജിന് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ പുതിയ ടാഗ് അല്ല യൂസ് ചെയ്യുന്നത്, ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഓരോ ടാഗിനും അതിൻ്റെതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ബോഡി ടാഗിൽ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് BG കളർ. ഓരോ ടാഗിനും അതിൻ്റെതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ BG കളർ എന്ന ഈ ഒരു ആട്രിബ്യൂട്ട് എല്ലാ ടാഗിനും കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ബോഡി ടാഗിനും മാത്രമുള്ളതാണ്. അതുപോലെ വേറെയും കുറച്ച് ടാഗ്സിന് BG കളർ ഉണ്ട്, പക്ഷെ എല്ലാ ടാഗിനും അതേപോലെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഓരോ ടാഗിന്റെയും ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് നമുക്ക് ബോഡി ടാഗിൽ യൂസ് ചെയ്യുന്ന BG കളർ എന്ന ആട്രിബ്യൂട്ട് നോക്കാം. അതിനായിട്ട് ബോഡി എന്ന ഓപ്പണിംഗ് ടാഗിനകത്ത് ബോഡി എന്ന ടെക്സ്റ്റിന് ശേഷം ഒരു സ്പേസ് കൊടുത്ത് BG കളർ എന്ന് ടൈപ്പ് ചെയ്യാം. BG കളറിന്റെ സ്പെല്ലിംഗ് BGCOLOR ആണ്, LOUR ഇല്ല. ദെൻ ഈക്വൽ ടു കൊടുക്കാം. ഇനി അതിന്റെ കളർ സ്പെസിഫൈ ചെയ്യണം. അതായത് ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് നെയിം ഈക്വൽ ടു വാല്യൂ എന്നതാണ്. വാല്യൂ എപ്പോഴും ഡബിൾ കോട്ടിൽ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആട്രിബ്യൂട്ട് നെയിം എന്നത് BG കളർ ആണ്. ദെൻ അതിന്റെ വാല്യൂ കൊടുക്കണം. ഒരു കളറാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കളർ നെയിം നമുക്ക് ഇവിടെ ഡയറക്റ്റ് കൊടുത്തു നോക്കാം. ഞാനിവിടെ പിങ്ക് എന്ന കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിങ്ക് എന്നുള്ളത് ജസ്റ്റ് പിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സേവ് ചെയ്ത് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്തത് ബോഡി എന്ന ഓപ്പണിംഗ് ടാഗിൽ അതിന്റെ ആട്രിബ്യൂട്ടായ BG കളർ ഈക്വൽ ടു പിങ്ക് എന്ന് കൊടുത്തു. ഇനി പിങ്ക് മാറ്റി നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം.
ഇനി നമുക്ക് ഈ ബോഡി ടാഗിന്റെ തന്നെ അടുത്ത ഒരു ആട്രിബ്യൂട്ട് നോക്കാം, ലെഫ്റ്റ് മാർജിൻ. ലെഫ്റ്റ് മാർജിൻ എന്നത് നമ്മുടെ വെബ് പേജിൽ ഈ ഒരു കണ്ടന്റ് നമുക്ക് കാണാം ഈ ലെഫ്റ്റ് മാർജിനോട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ എത്ര സ്പേസ് വിട്ടിട്ടാണ് ഈ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് എന്നാണ് ലെഫ്റ്റ് മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ നോട്ട് ബുക്കിൽ ലെഫ്റ്റ് മാർജിൻ കൊടുക്കുന്നത് പോലെ ഈ ഒരു വെബ് പേജിന് ലെഫ്റ്റ് മാർജിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി ടാഗിന്റെ ലെഫ്റ്റ് മാർജിൻ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എത്ര പിക്സൽസ് ആണ് ലെഫ്റ്റ് മാർജിൻ വേണ്ടതെന്നാണ്, അല്ലെങ്കിൽ അത് പെർസെൻറ്റേജിലായാലും കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു 20 px എന്നാണ് കൊടുക്കുന്നത്, പിക്സൽസ്. ഓക്കെ, 20 px സ്പേസ് വിട്ടിട്ടാണ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി നമുക്കിത് സേവ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. ഇപ്പൊ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ അതിന്റെ മാർജിൻ കുറച്ച് മാറിയിട്ടുണ്ട്. അതായത് 20 പിക്സൽസ് സ്പേസിലാണ് ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് മാർജിൻ കിടക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം, ഒരു 50 px കൊടുക്കാം, സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ടോപ്പ് മാർജിനും കൂടി സെറ്റ് ചെയ്ത് നോക്കാം. അവിടെയും 50 px എന്ന് കൊടുക്കാം. അതിനായിട്ട് ചെയ്തത് ടോപ്പ് മാർജിൻ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തു, ദെൻ ഈക്വൽ ടു അതിന്റെ വാല്യൂ എന്നത് 50 px ഡബിൾ കോട്ടിൽ കൊടുത്തു. സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ ടോപ്പ് മാർജിനും 50 px ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആക്കിയിട്ട് മാറ്റി നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്, അതിന് പകരം നമുക്കൊരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ BG കളർ ഡിലീറ്റ് ചെയ്യാം, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ വേണ്ട. അപ്പോൾ ഇമേജ് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് ആണ്, BG കളർ അല്ല, അതിന് പകരം ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ കൊടുക്കേണ്ടത് ഏത് ഇമേജ് ആണ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആ ഇമേജിന്റെ നെയിം ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. നെയിം സ്പെസിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പ്രോഗ്രാം, അതായത് ഫസ്റ്റ് വെബ് പേജ് .html എന്ന പ്രോഗ്രാം എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ സെയിം ഫോൾഡറിൽ തന്നെയുള്ള ഇമേജ് ആണെങ്കിൽ നമ്മളിവിടെ ഇമേജ് നെയിം മാത്രം കൊടുത്താൽ മതി. വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറാണ് ഉള്ളതെങ്കിൽ അതിന്റെ ഫുൾ പാത്ത് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് D ഡ്രൈവിലാണെങ്കിൽ D:/ ഏത് ഫോൾഡറിലാണെന്ന് വെച്ചാൽ അത് അങ്ങനെയുള്ള ഫുൾ പാത്ത് നെയിം കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മുടെ വെബ് പേജുള്ള സെയിം ഫോൾഡറിലാണ് ഇമേജ് ഉള്ളതെങ്കിൽ അതിന്റെ നെയിം മാത്രം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ് പേജ് സേവ് ചെയ്തിരിക്കുന്നത് G ഡ്രൈവിൽ My HTML പ്രോഗ്രാംസ് എന്നുള്ള ഒരു ഫോൾഡറിനകത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് പേജ്. അതേ സെയിം ഫോൾഡറിൽ തന്നെ ഞാനൊരു ഇമേജ് കൂടി കൊടുത്തിട്ടുണ്ട്. BG എന്നാണ് ഇമേജിന്റെ പേര്. അതിന്റെ ടൈപ്പ് വരുന്നത് JPG ഫയലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ഫയലിന്റെ പേര്, ദെൻ അതിന്റെ എക്സ്റ്റൻഷൻ JPG. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ എഡിറ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് കിട്ടുന്നത്. നോട്ട് പാഡിലാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ദെൻ ഇത് സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വന്നിട്ട് കാണാം. അപ്പോൾ ഇത്രയുമാണ് ബോഡി ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട്സ്. BG കളർ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനും, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാനും, ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ സെറ്റ് ചെയ്യാനും. ഓക്കെ, ഇനി നമുക്ക് P ടാഗിന്റെ ആട്രിബ്യൂട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. P ടാഗിന് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് അലൈൻ. ഓക്കെ, അലൈൻ എന്നാൽ പാരഗ്രാഫ് എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് 4 വാല്യൂസ് നിങ്ങൾക്ക് കൊടുക്കാം: ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. നോർമലി ഒരു പാരഗ്രാഫ് ടാഗ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്. നമ്മൾ ആട്രിബ്യൂട്ട് കൊടുത്തില്ലെങ്കിലും അവിടെ ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പാരഗ്രാഫിന്റെ അലൈൻമെന്റ് ലെഫ്റ്റിലാണുള്ളത്. അത് നമുക്ക് റൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണാം നേരത്തെ ഈ പാരഗ്രാഫ് ലെഫ്റ്റ് ആയിരുന്നു, ഇപ്പൊ അത് റൈറ്റ് അലൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് റൈറ്റ് സൈഡ് ആണ് ഒരേപോലെ അലൈൻ ചെയ്ത് വന്നിരിക്കുന്നത്, ലെഫ്റ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സെന്ററിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാം, CNTER ആണ്. ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ കാണാം ഈ പാരഗ്രാഫ് സെന്റർ അലൈൻഡ് ആണുള്ളത്, ലെഫ്റ്റും റൈറ്റും മാറിയിട്ട് സെന്റർ അലൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വാല്യൂ ആണ് ജസ്റ്റിഫൈ. ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം.
ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ലെഫ്റ്റും അലൈൻഡ് ആയിട്ടുണ്ട്, റൈറ്റും അലൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പി ടാഗിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് അലൈൻ ആട്രിബ്യൂട്ട്. അലൈനിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. ലെഫ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡീഫോൾട്ട് ആയിട്ട് ലെഫ്റ്റ് തന്നെയാണ് വരുന്നത്. വേറെ ഏതെങ്കിലും അലൈൻമെന്റ് ആണ് വേണ്ടതെങ്കിൽ മാത്രം അലൈൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് HR ടാഗിന്റെ ആട്രിബ്യൂട്ട് നോക്കാം. HR എന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലൈനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ലൈനിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് സൈസ് ആട്രിബ്യൂട്ട്. അതായത് ആ ലൈനിന്റെ തിക്നെസ് ആണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, തിക്നെസ് സ്പെസിഫൈ ചെയ്യാനാണ് സൈസ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു വാല്യൂ കൊടുക്കാം, പിക്സൽസിലാണ് കൊടുക്കേണ്ടത്. PX ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്പർ മാത്രം ഇട്ട് കൊടുത്താലും വർക്ക് ചെയ്യും. ഓക്കെ, 10 PX എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 10 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് സേവ് ചെയ്തു, ദെൻ റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആ ഒരു ലൈനിന്റെ തിക്നെസ് കുറച്ച് കൂടിയിട്ട് കാണും. ഇനി കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം, 20 കൊടുത്ത് നോക്കാം. ദെൻ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ തിക്നെസ് കൂടിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഈ ഒരു ലൈനിന് നമുക്കൊരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് ആണ് കളർ. COLOR. കളർ ഈക്വൽ ടു കളർ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ നമുക്കത് ഗ്രീൻ കളറിൽ ആ ഒരു തിക്നെസ്സിൽ കാണാം. ഇനി ഈ ഒരു ലൈനിന്റെ വിഡ്ത്ത് നമുക്ക് ഇത്രയും വേണ്ട, ചെറിയൊരു ഹൊറിസോണ്ടൽ ലൈൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് വിഡ്ത്ത് ആട്രിബ്യൂട്ട്. വിഡ്ത്ത് ഈക്വൽ ടു എത്ര പിക്സൽസ് ആണ് വേണ്ടത് എന്നുള്ളത് പിക്സൽസിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് കൊടുക്കാം. അതായത് ആ വെബ് പേജിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ ആ 100%ൽ എത്ര പെർസെൻറ്റേജ് ഈ ഒരു ഹൊറിസോണ്ടൽ റൂളറിന്റെ വിഡ്ത്ത് വേണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ അവിടെ ഒരു 25% എന്ന് കൊടുക്കുകയാണ്. ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ കാണാം അത് 25%, അതായത് മൊത്തം 100% ആണെങ്കിൽ അതിന്റെ 25% വിഡ്ത്തായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ 25% വിഡ്ത്തായപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സെന്ററിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ അലൈൻമെന്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് അലൈൻ. അതായത് പാരഗ്രാഫിൽ നമ്മൾ ഒരു അലൈൻ ആട്രിബ്യൂട്ട് പഠിച്ചിട്ടുണ്ട്, അത് പാരഗ്രാഫിന്റെ അലൈൻ ആണ്. ഇവിടെ നമ്മൾ HRന്റെ അലൈൻ ആട്രിബ്യൂട്ട് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് എന്ന് കൊടുക്കാം, ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ HRന്റെ ഒരു ആട്രിബ്യൂട്ട് കൂടിയാണ് അലൈൻ എന്നുള്ളത്. എന്ന് വെച്ച് എല്ലാ ടാഗിനും അലൈൻ ആട്രിബ്യൂട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. P ടാഗിന് അലൈൻ കൊടുക്കാം, അതേപോലെ തന്നെ പിന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് HR-ന് അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ് ആണ് നമ്മളിപ്പോൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീഫോൾട്ട് അലൈൻമെന്റ് സെന്റർ ആയിരുന്നു. അപ്പോൾ സെന്റർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്ററിന് പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. ആ സെന്ററിൽ നിന്ന് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കൊടുക്കാൻ പറ്റുന്ന 3 വാല്യൂസേ ഉള്ളൂ, ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. ജസ്റ്റിഫൈ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ബോഡി ടാഗ്, P ടാഗ്, HR ടാഗ് ഇതിന്റെയൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു ടാഗ് പഠിക്കാം, ഫോണ്ട് ടാഗ്. അതായത് ഈ ഒരു വെബ് പേജിനകത്ത് നമ്മൾ പാരഗ്രാഫ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഹെഡിങ് കൊടുക്കുമ്പോൾ ഒക്കെ അവിടെ വരുന്ന ഒരു ഡീഫോൾട്ട് ഫോണ്ടാണ്. അതായത് ടൈംസ് ന്യൂ റോമൻ ആണ് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനൊരു ഡീഫോൾട്ട് സൈസ് ഉണ്ട്. ഈ ഒരു സൈസിലാണ് എല്ലാ പാരഗ്രാഫും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനൊരു കളർ ഉണ്ട്, ബ്ലാക്ക് കളർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോണ്ട് ടാഗ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിന് ഫോണ്ട് നെയിമും കളറും സൈസും ചേഞ്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടത് P ടാഗിന് മുമ്പായിട്ട് നമുക്ക് പുതിയൊരു ടാഗ് കൊടുക്കാം, ഫോണ്ട്. ഓക്കെ, ഇനി ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് പാരഗ്രാഫ് ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് ഒന്നാമത്തെ പാരഗ്രാഫിന്റെ മാത്രമാണ് നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പാരഗ്രാഫിന് ഫോണ്ട് ടാഗിന്റെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഇടയിലായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഫോണ്ട് എന്ന ടാഗ് മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള സൈസ്, ഫേസ്, കളർ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് കളർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഫോണ്ടിന്റെ ആട്രിബ്യൂട്ടാണ് കളർ. ഓക്കെ, കളർ കൊടുക്കുവാണ് ബ്ലൂ. ഇനി സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്.
നെക്സ്റ്റ് നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് നെക്സ്റ്റ് ആട്രിബ്യൂട്ട് സൈസ് കൊടുക്കാം. സൈസ് ഈക്വൽ ടു ഒരു 5 കൊടുക്കാം. ദെൻ സേവ് ചെയ്യുക, റിഫ്രഷ്. ഇപ്പോൾ മറ്റുള്ള പാരഗ്രാഫിനേക്കാളും ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൻ്റെ ഫോണ്ട് നെയിം ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആട്രിബ്യൂട്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് ഫേസ് ആണ്. ഫോണ്ട് നെയിം ചേഞ്ച് ചെയ്യാനുള്ള ആട്രിബ്യൂട്ട് ഫേസ്. ഓക്കെ, ഫേസ് ഈക്വൽ ടു ദെൻ ഒരു ഫോണ്ട് നെയിം കൊടുക്കണം. ഇവിടെ നമുക്ക് കാലിബ്രിന്നോ ഏരിയൽ ബ്ലാക്ക് എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനവിടെ ഏരിയൽ എന്ന് കൊടുക്കുവാണ്. ദെൻ സേവ് ചെയ്യുക, റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ ഫോണ്ട് നെയിം ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ ടൈംസ് ന്യൂ റോമൻ ഫോണ്ട് ആയിരുന്നു, ഇപ്പോൾ അത് ചേഞ്ച് ആയിട്ട് ഏരിയൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഫോണ്ട് ടാഗിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ്: കളർ, സൈസ് ആൻഡ് ഫേസ്. ഇതുപോലെ മറ്റുള്ള പാരഗ്രാഫിനും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പാരഗ്രാഫിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അതായത് നമ്മുടെ ഈ പാരഗ്രാഫിൻ്റെ ഇടയിലായിട്ട് ഒരു സ്പേസ് വെച്ച് കൊടുക്കുന്നത് അവിടെ സ്പേസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ സ്പേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ളിടത്ത് ഒരു മൾട്ടിപ്പിൾ സ്പേസ് കൊടുക്കുവാണ്. ദെൻ സേവ് ചെയ്യുക, റിഫ്രഷ് ചെയ്തു. ഇപ്പോൾ അവിടെ സ്പേസ് ഒന്നും വന്നിട്ടില്ല അല്ലേ? അതായത് മൾട്ടിപ്പിൾ സ്പേസ് കൊടുത്താലും ഒരു സ്പേസ് മാത്രമേ അവിടെ വരൂ. ചില കേസിൽ നമുക്ക് മൾട്ടിപ്പിൾസ് ആ സമയത്ത് ഇതുപോലെ സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അതിന് പകരം യൂസ് ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് NVSP സെമിക്കോളൻ. ഇതാണ് ആ സ്പെഷ്യൽ ക്യാരക്ടർ. ഓക്കെ, ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ അവിടെ ഒരു സ്പേസും കൂടി കൂടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 2 സ്പേസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു NVSP കൂടി ആഡ് ചെയ്യാം. ദെൻ സേവ് ചെയ്യാം, റിഫ്രഷ് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും ഒരു സ്പേസ് കൂടി കൂടി. ഇനി ഒരുമിച്ച് ഒരു ടാബ് സ്പേസ് ആണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആംപർസാൻഡ് EMSP. ദെൻ സെമിക്കോളൻ. സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ ഒരുമിച്ച് ഒരു ടാബ് സ്പേസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് HTML യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 2 സ്പെഷ്യൽ ക്യാരക്ടർ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു സ്പേസ് ആഡ് ചെയ്യാനുള്ളത് ആംപർസാൻഡ് NVSP സെമിക്കോളൻ. ടാബ് സ്പേസ് ആഡ് ചെയ്യാനായിട്ട് ആംപർസാൻഡ് EMSP സെമിക്കോളൻ. അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. ആംപർസാൻഡിൽ സ്റ്റാർട്ട് ചെയ്യണം, സെമിക്കോളൻ വെച്ച് എൻഡ് ചെയ്യണം. ഇനിയുള്ള ടാഗ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.